കൊല്ലപ്പെട്ട സഖാവ് കവിതയെ കാട്ടിൽ കുഴിച്ചു മൂടിയെന്ന സംശയം. സഖാവ് കവിത കൊല്ലപ്പെട്ടു എന്ന തണ്ടർബോൾട്ട് സംഘവും വയനാട്ടിൽ പോസ്റ്ററുകൾ. കണ്ണൂർ ഇരിട്ടി അയ്യങ്കുന്ന് ഞെട്ടിത്തോട്ടിൽ തണ്ടർബോൾട്ട് സംഘം കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്ററുകൾ. ഇത് ശരിയെങ്കിൽ ഈ ഏറ്റുമുട്ടൽ നടന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. ഇതുവരെ കവിതയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. വെടിവെപ്പിൽ മരിച്ചു എന്ന് പറയുന്ന സഖാവ് കവിതയുടെ മൃതദേഹം എവിടെ? സഖാവ് കവിതയെ എന്തു ചെയ്തു? ഇതിപ്പോൾ ഇരിട്ടി അയ്യങ്കുന്ന് ഞെട്ടിത്തോട്ടിൽ തണ്ടർബോൾട്ട് സംഘവും ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇരിട്ടി അയ്യങ്കുന്ന് ഞെട്ടിത്തോട്ടിൽ തണ്ടർബോൾട്ട് സംഘവും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന് മാവോയിസ്റ്റ് പോസ്റ്റർ ഗൌരവമായാണ് കാണുന്നത്. നവംബർ 13 രാവിലെ 9:50 ഏറ്റുമുട്ടലുണ്ടായത്. കവിത എന്ന ലക്ഷ്മി മാവോയിസ്റ്റാണ് കൊല്ലപ്പെട്ടതെന്ന് തിരുനെല്ലിയിൽ പതിച്ച പോസ്റ്ററിൽ മാവോയിസ്റ്റുകൾ പറയുന്നു. പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. നവംബർ 13 രാവിലെ 9:50 ഏറ്റുമുട്ടൽ. തുടർന്ന് മാവോയിസ്റ്റുകൾ അന്ന് തന്നെ ഉച്ചയോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിലെ വീടിന് സമീപം എത്തുന്നു. തലശ്ശേരിയിലും മാവോയിസ്റ്റുകൾ തുടർന്നെത്തുന്നു. ഇവർ പിന്നീട് കൂത്തുപറമ്പിൽ വന്നു. തുടർന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രി കണ്ണൂരിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ തുടർന്ന് കർശനമാക്കുകയും ചെയ്തിരുന്നു. നവംബർ 13 കണ്ണൂർ അയ്യങ്കുന്ന് വനത്തിന് സമീപം മാവോയിസ്റ്റുകൾക്കെതിരെ തണ്ടർബോൾട്ട് പോലീസ് സേന വെടിവെപ്പ് നടത്തിയത്. അന്ന് ഒരാൾ മരിച്ചു എന്നത് സംശയിക്കുന്നതായി കർമാന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാവോയിസ്റ്റ് നേതാവാണ് കൊല്ലപ്പെട്ടതെന്ന് കർമാന്യൂസ് മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. മാവോയിസ്റ്റുകൾക്കെതിരെ വെടിയുതിർത്ത ഭാഗത്ത് ചോരപ്പാടുകൾ കണ്ടു എന്ന വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പോലീസ് പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ കർമാന്യൂസ് നവംബർ 13 റിപ്പോർട്ട് ചെയ്തത് ശരിയെന്ന തരത്തിലാണ് മാവോയിസ്റ്റ് പോസ്റ്ററുകളും വന്നു കഴിഞ്ഞത്. എന്നാൽ വെടിവെപ്പിൽ മരിച്ചു എന്ന് പറയുന്ന കവിതയുടെ മൃതദേഹം എവിടെ? കവിതയെ ആരെങ്കിലും വനത്തിൽ ഉപദ്രവിച്ചോ അതിനുശേഷമാണോ കൊലപ്പെടുത്തിയത്? ലൈംഗിക ഉപദ്രവം മൃതദേഹത്തിൽ ഉണ്ടായോ? ഇതുമൂലം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാതെ കാട്ടിൽ രഹസ്യമായി മറവ് ചെയ്തോ എന്നെല്ലാം തന്നെ ദുരൂഹത ഉണ്ടാക്കുകയാണ്. ആറളത്ത് കവിത കൊല്ലപ്പെട്ടതിന് പകരം വീട്ടുമെന്നും പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു. തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് കോളനിയിലാണ് പോസ്റ്റർ പതിച്ചത്. ഇന്നലെ രാത്രി വൈകി 6 പേരുടെ സംഘമാണ് ഗുണ്ടികപ്പറമ്പ് കോളനിയിൽ എത്തിയത്. ഞെട്ടിത്തോട് നടന്ന ഏറ്റുമുട്ടലിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നുവെന്ന് അന്ന് തന്നെ ഡിഐജി പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയിരുന്നു. അതേസമയം മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടിരിക്കാം എന്ന സംശയത്തിലാണ് പോലീസുമുള്ളത്. ഏറ്റുമുട്ടലിന് ശേഷം മാവോയിസ്റ്റുകൾ പിൻവാങ്ങിയപ്പോൾ ഈ സ്ഥലത്ത് തണ്ടർബോൾട്ട് സംഘം പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ഒരു സ്ത്രീയുടെ കയ്യിലെ എല്ലിൻ കഷ്ണം ലഭിച്ചിരുന്നു. പരിക്കേറ്റയാൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നും മൃതദേഹം മാവോയിസ്റ്റുകൾ വനത്തിനുള്ളിൽ സംസ്കരിച്ചേക്കാമെന്നും സംശയമുണ്ട്. ചികിത്സ തേടാതെ മരണം സംഭവിച്ചതാകാമെന്നും പോലീസ് കരുതുന്നു. ഇതിനിടെ ആറളത്ത് വനപാലകർക്ക് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ സംഘത്തിലെ 2 പേരെ വനപാലകർ തിരിച്ചറിഞ്ഞിരുന്നു. മാവോയിസ്റ്റ് നേതാവ് CP മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചനകൾ. ഇക്കഴിഞ്ഞ ദിവസം കേളകം, അമ്പായത്തോടക്കമുള്ള ഇടങ്ങളിൽ മാവോയിസ്റ്റുകൾ വന്നുപോയിരുന്നു. കബനി ദളത്തിൽപ്പെട്ട മാവോയിസ്റ്റ് സംഘമാണ് ഇവിടെ എത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് ആറളത്ത് എത്തുന്നുണ്ട്. അതേസമയം വനപാലകർക്ക് നേരെ വെടിയുതിർത്ത മാവോയിസ്റ്റുകൾക്കെതിരെ UAPA ചുമത്തി. 5 അംഗ സംഘത്തിനെതിരെ വധശ്രമ കുറ്റത്തോടൊപ്പമാണ് UAPAയും ചുമത്തിയത്. മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റ നവംബർ 13 മുതൽ പോലീസ് വനത്തിനുള്ളിലേക്ക് ആദിവാസികളെ പോലും കടത്തിവിട്ടിരുന്നില്ല. ആഴ്ചകളോളം പോലീസ് വനത്തിന്റെ അതിർത്തിയിലേക്ക് പോലും ആരെയും അടുപ്പിച്ചിരുന്നില്ല. ഇതിലെല്ലാം തന്നെ ദുരൂഹതയുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.